CHSക്ക് പുതിയ കെട്ടിടം പണിയണമെന്ന് പറഞ്ഞിട്ട് 80 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് ഭരണാനുമതി ലഭിച്ചു എന്ന് പറയുന്ന MLA എപ്പോഴാണ് അതിന്റെ ശിലാസ്ഥാപനത്തിന് തീയതി കുറിച്ചത്? കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി. ഫെബ്രുവരി 27-ാം തീയതി നിങ്ങളെ ഈ ശിലാസ്ഥാപനത്തിന് തീയതി കുറിക്കുമ്പോ ഞങ്ങൾ അതിന്റെ പിറകെ പോയിട്ടുണ്ട്. എന്താണ് അതിന്റെ നിരസ്ഥിതി എന്ന് പരിശോധിക്കാം. അപ്പോ കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റില് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ടെൻഡർ ക്ഷണിച്ചു. ആ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഫെബ്രുവരി 20-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി എപ്പോഴാണെന്ന് അറിയുമോ നിങ്ങള്? ഫെബ്രുവരി 28-ാം തീയതി. ഞാൻ എന്റെ പ്രിയപ്പെട്ട MLA ചോദിക്കട്ടെ, ടെൻഡർ കൊടുക്കാതെ, ടെൻഡർ അംഗീകരിക്കാതെ, ടെൻഡറിൽ എമൗണ്ട് കോട്ട് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾ ആ ശിലാസ്ഥാപന കർമ്മം നടത്താൻ തീയതി കുറിച്ചത്? വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ണൂരിൽ വന്നപ്പോ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ആ തീയതി ഫെബ്രുവരി 27 എന്ന് കുറിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഞങ്ങൾ അതിന്റെ പിറകിൽ പോയപ്പോ ഞങ്ങൾ വേറെ സത്യം കൂടി കണ്ടെത്തി. എന്താണെന്ന് അറിയുമോ നിങ്ങള്? ഫെബ്രുവരി 20-ാം തീയതി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരി 28-ാം തീയതി വരെ ടെൻഡർ സമർപ്പിക്കാനുള്ള തീയതിയുണ്ട്. എന്നാൽ ആ ടെൻഡർ ഓപ്പൺ ചെയ്യേണ്ട തീയതി എപ്പോഴാണെന്നോ? നിങ്ങളുടെ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മാർച്ച് മാസം 2-ാം തീയതി. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ബോധോദയുണ്ടായ MLAക്ക് അപ്പൊ കിട്ടാവുന്ന ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അതീവ ഗുരുതരാവസ്ഥയിൽ KSUവിന്റെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ കിടക്കുന്നു എന്നുള്ള കാരണത്താൽ നിങ്ങൾ ശിലാസ്ഥാപനം നടത്തിയിട്ട് തീയതി മാറ്റി, മാർച്ച് 3-ലേക്ക് മാറ്റി. കാരണം എന്താ? മാർച്ച് 2-ാം തീയതി മാത്രമേ ടെൻഡറിന്റെ ഓപ്പണിംഗ് നടക്കുന്നുള്ളൂ. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.